97-ാം വയസ്സിൽ മെഡ്ജുഗോറിയയിലെ പ്രശസ്തമായ അപ്പാരിഷൻ ഹിൽ നടന്നുകയറി 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരമായ മതപീഡനങ്ങളെ അതിജീവിച്ച കത്തോലിക്ക സഭയുടെ ജീവിക്കുന്ന രക്തസാക്ഷി കർദിനാൾ ഏണസ്റ്റ് സിമോണി. മെഡ്ജുഗോറിയയിലെ മാതാവിന്റെ ദർശനങ്ങളുടെ 45-ാം വാർഷികത്തിന് തലേദിവസമായ ചൊവ്വാഴ്ചയായിരുന്നു ഭക്തിസാന്ദ്രമായ ഈ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചത്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് കല്ലും മുള്ളും നിറഞ്ഞ കുത്തനെയുള്ള മലനിരകൾ വലിഞ്ഞുകയറുന്ന വൃദ്ധനായ കർദിനാളിന്റെ ദൃശ്യങ്ങൾ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആഗോള തീർത്ഥാടകരെ കണ്ണീരണിയിക്കുകയും വലിയ ആത്മീയ പ്രചോദനം നൽകുന്നതുമായിരുന്നു. അൽബോനോയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന എൻവർ ഹോക്സായുടെ ഭരണകാലത്ത് സഭ നേരിട്ട ഏറ്റവും ക്രൂരമായ പീഡനങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് കർദിനാൾ ഏണസ്റ്റ് സിമോണി. 1956-ൽ വൈദികനായി അഭിഷിക്തനായ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രൂരമായി വേട്ടയാടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തന്റെ ദൈവിക പദവി ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നീണ്ട 18 വർഷമാണ് അദ്ദേഹം ജയിലിലും കഠിനമായ തടങ്കൽ പാളയങ്ങളിലെ നിർബന്ധിത ജോലികളിലുമായി കഴിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന്റെ ഈ അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യം മനസ്സിലാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അൽബോനോയിലെ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരോടുള്ള ആദരസൂചകമായി 2016-ൽ ഇദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു. 1981 ജൂൺ 24-നാണ് ബോസ്നിയ ഹെർസഗോവിനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 6 കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനം ലഭിച്ചതായി പറയപ്പെടുന്നത്. നിലവിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ വർഷം ഇതിന്റെ 45-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കർദിനാളിന്റെ സന്ദർശനം. മെഡ്ജുഗോറിയയിലെ വലിയ ആത്മീയ അത്ഭുതങ്ങളും വിശ്വാസികളുടെ ഒഴുക്കും കണക്കിലെടുത്ത് വത്തിക്കാൻ ഇവിടെ ഔദ്യോഗികമായി തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ദർശനങ്ങളുടെ അമാനുഷിക സ്വഭാവത്തെക്കുറിച്ച് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും വത്തിക്കാന്റെ അജപാലനപരമായ ഈ അനുമതി ദർശനങ്ങൾ ശരിയാണെന്ന് പ്രഖ്യാപിക്കലല്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ ഒരു വലിയ തലമുറയുടെ പ്രതീകമായി കർദിനാൾ സിമോണി മലമുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമാണ് മടങ്ങിയത്. വരും ദിവസങ്ങളിൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തുമെന്നാണ് റിപ്പോർട്ട്.